ഇറാനെതിരെ US നടത്തിയ ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക ദൗത്യം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി പൂർത്തിയായതായിട്ടും ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായിട്ടുമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് വൈറ്റ് ഹൗസിൽ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇറാന്റെ ആണവ പരിപാടി ഡൊണാൾഡ് ട്രംപ് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കുക. അതുപോലെ ഈ അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലെടുക്ക് പഴയതുപോലെ വീണ്ടും തുറന്നു കൊടുക്കുക. എന്നാൽ ഈ പശ്ചിമേഷ്യയിൽ എന്തെങ്കിലും പ്രകോപനങ്ങൾ തുടർന്നാൽ സൈനിക നീക്കം പുനരാരംഭിക്കുവാനുള്ള സാധ്യത റൂബിയോ തള്ളിക്കളയുന്നുമില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നതുകൊണ്ടും അതുപോലെ ഇറാനുമായിട്ടുള്ള സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾക്ക് നല്ല പുരോഗതി ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഹോർമുസ് കടലെടുക്കിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രോജക്ട് ഫ്രീഡം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയുന്നു. എങ്കിലും ഇറാനെതിരെയുള്ള നേവൽ ബ്ലോക്കേഡ് ഉപരോധം അത് കർശനമായിട്ട് തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ഇറാൻ. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറബ് ലീഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസാക്കിയായിരുന്നു. ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കത്താണ് ഇറാൻ നൽകിയിരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രോസിനും അതുപോലെ സുരക്ഷാ കൗൺസിൽ അധ്യക്ഷനും ഒക്കെയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ഇറാൻ അവരുടെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. US ഇസ്രയേലും ഇറാന്റെ പരമാധികാരത്തിന് മേൽ ഒരു അധിനിവേശം നടത്തുന്ന എന്നുള്ളതൊക്കെ ഈ പ്രമേയം അവഗണിച്ചു എന്നാണ് ഇറാന്റെ പ്രതിനിധി സയ്യിദ് ഇർവാനി കുറ്റപ്പെടുത്തിയത്. അതേസമയം നമുക്കറിയാം UAE-യിൽ ഇറാൻ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. UAE ഈ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങൾ അത് ഇറാൻ സൈന്യം ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. UAE പ്രതിരോധ മന്ത്രാലയം ചില റിപ്പോർട്ടുകളൊക്കെ അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയത്. അത് മാത്രമല്ല, തങ്ങൾക്ക് നേരെ ആരും ഒരു പ്രകോപനമില്ലാതെ ആക്രമണം തിരിച്ചു നടത്തിയിട്ടില്ലെന്നും അതുപോലെ UAE മണ്ണ് ഉപയോഗിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. GK കൃഷ്ണ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏപ്രിൽ 13 മുതൽ US നാവിക ഉപരോധം മൂലം ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിദിനം $500 ദശലക്ഷം നഷ്ടം സംഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല 87 രാജ്യങ്ങളിൽ നിന്നുള്ള 23,000 നാവികർ ഇത്രയും ദിവസം ഈ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്.